ലോകം ഇന്ന് ഏറ്റവും ഭീതിയോടെ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷങ്ങൾ 16-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ പുതിയൊരു കരുനീക്കവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഇസ്രയേലിന്റെ അജയമായ പ്രതിരോധ കവചമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയൺ ഡോമിനെയും അമേരിക്കയുടെ അത്യാധുനിക യുദ്ധ കപ്പലുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ആഗോള പ്രതിരോധ വിദഗ്ധരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വായുവിൽ വെച്ച് അപ്രതീക്ഷിതമായി ദിശ മാറി സഞ്ചരിക്കാനുള്ള ഇവയുടെ ശേഷി കാരണമാണ് ലോകം ഇതിനെ ഡാൻസിംഗ് മിസൈലുകൾ എന്ന് വിളിക്കുന്നത്. ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നാണ് സെജിൽ. ഇതിന്റെ ചരിത്രവും സാങ്കേതികതയും പരിശോധിച്ചാൽ ഇറാന്റെ സൈനിക മുന്നേറ്റം വ്യക്തമാകും. 1990കളുടെ തുടക്കത്തിലാണ് ഇറാൻ ഈ മിസൈലിന്റെ രൂപകൽപ്പന ആരംഭിച്ചത്. 2008-ൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ട സെജിൽ വടക്കൻ കൊറിയൻ മിസൈലുകളുടെ സാങ്കേതിക വിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെങ്കിലും ഇറാൻ ഇതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 18 മീറ്റർ നീളവും 1.25 മീറ്റർ വിന്യാസമുള്ള ഈ മിസൈൽ ഖര ഇന്ധനം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വലിയൊരു ഗുണമുണ്ട്. ഇവ ഏത് സമയത്തും വിക്ഷേപത്തിന് സജ്ജമായിരിക്കും. ദ്രാവക ഇന്ധനം നിറയ്ക്കാനുള്ള സമയം ഇതിന് ആവശ്യമില്ലാത്തതിനാൽ ശത്രു രാജ്യങ്ങളുടെ ഡ്രോണുകൾക്കോ ഉപഗ്രഹങ്ങൾക്കോ ഇവയെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയില്ല. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചാൽ അവ ഒരു പ്രത്യേക പാതയിലൂടെ സഞ്ചരിക്കുന്നു. ഇത് പ്രതിരോധ റഡാറുകൾക്ക് അവയുടെ ലക്ഷ്യസ്ഥാനം പ്രവചിക്കാനും തടസ്സപ്പെടുത്താനും എളുപ്പമാകും. എന്നാൽ സർജിക്കൽ മിസൈലുകൾ വ്യത്യസ്ത ഫലമാണ്. വായുവിൽ വെച്ച് ഇവയ്ക്ക് തങ്ങളുടെ സഞ്ചാരപഥം മാറ്റിമറിക്കാൻ സാധിക്കും. റഡാറുകളുടെ മിസൈൽ വേഗത സംവിധാനങ്ങളും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഇവ വായുവിൽ നൃത്തം ചെയ്യുന്നത് പോലെ ദിശ മാറുന്നു. ഇസ്രയേലിന്റെ അയൺ ഡോം, അമേരിക്കയുടെ പാട്രിയറ്റ് തുടങ്ങിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഇത്തരം മിസൈലുകൾക്ക് മുന്നിൽ പതർന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ലക്ഷ്യസ്ഥാനം കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഇവയെ വെടിവെച്ചിടുക എന്നത് പ്രതിരോധ സൈന്യത്തിന് അസാധ്യമായ ദൗത്യമായി മാറുന്നു. നിലവിലെ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അതീവ ഗൗരവകരമാണ്. ഇറാന്റെ 86 വയസ്സുള്ള പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെയാണ് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൈവിട്ടുപോയത്. ഇറാന്റെ വികാരം മുറിപ്പെടുകയും അവർ ഇസ്രയേലിലും ഗൾഫ് മേഖലയിലും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ അതിശക്തമായി തിരിച്ചടി തുടങ്ങുകയും ചെയ്തു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 2000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഭൂരിഭാഗവും ഇറാനിയൻ പൗരന്മാരാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ അവസാന ആയുധമായ ഈ മിസൈലുകളെ പുറത്തെടുത്തിരിക്കുകയാണ്. സെജിൽ മിസൈലിന്റെ പ്രഹരശേഷി പശ്ചിമേഷ്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളെയും ഭീഷണിയിലാക്കുന്നതാണ്. 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലിന് ഇസ്രയേലിലെ ഏത് ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുണ്ട്. ഏകദേശം 700 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇതിന് കഴിയും. ഇതിൽ സാധാരണ സ്ഫോടക വസ്തുക്കൾക്കോ അതോ അതിമാരകമായ മറ്റ് ആയുധങ്ങൾക്കോ ഇടമുണ്ട്. വിക്ഷേപിക്കപ്പെട്ട മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള വേഗതയും ഇതിനുണ്ട്. ശത്രുരാജ്യങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും സമയം നൽകാതെ നാശം വിതയ്ക്കാൻ ഇതിന് സാധിക്കും. ഈ മിസൈൽ പരീക്ഷണത്തിന്റെ പിന്നിൽ മറ്റൊരു വലിയ തന്ത്രം കൂടിയുണ്ട്. ഇറാൻ നിർമ്മിക്കുന്ന ഈ മിസൈലുകൾക്ക് താരതമ്യേന ചിലവ് കുറവാണ്. എന്നാൽ ഇവയെ തടയാൻ അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്ന പ്രതിരോധ മിസൈലുകൾക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ വില വരും. ഇറാന്റെ 10ഓ 20ഓ മിസൈലുകൾ തകർക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് തങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റിലെ വലിയൊരു തുക ചിലവാക്കേണ്ടി വരുന്നു. ഇത് സഖ്യകക്ഷികളുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കാനുള്ള ഒരു പരോക്ഷ യുദ്ധമായാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ദീർഘകാലം യുദ്ധം നീണ്ടുപോയാൽ സാങ്കേതികമായി മുന്നിലാണെങ്കിലും സാമ്പത്തികമായി അമേരിക്ക സമ്മർദ്ദത്തിലാകും. അമേരിക്കയുമായി ജനീവയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇറാൻ ഇത്തരം മിസൈലുകൾ വിക്ഷേപിക്കുന്നതെന്നതും ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. മറുവശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും തങ്ങളുടെ സൈനിക കരുത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. കൂടാതെ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം ഇറാൻ കടുപ്പിക്കുകയാണ്. ലോകത്തെ 1/3 എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഈ പാത തടയുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്നു. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ലോകം മറ്റൊരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാനും കാരണമാകും. ഇറാന്റെ മിസൈൽ പരീക്ഷണം അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ അവർ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സെജിൽ പോലുള്ള ചടുലമായ മിസൈലുകൾ അവയെല്ലാം മറികടക്കുന്നു. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഇറാന്റെ പുതിയ മിസൈൽ പരീക്ഷണം വെറും ഒരു ആയുധ പ്രദർശനമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ഇറാന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കമാണ്. സൈനിക സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങൾ ഇത്രയും കാലം പുലർത്തിയിരുന്ന മുൻതൂക്കത്തെ ഡാൻസിംഗ് മിസൈലുകൾ എന്ന ഈ സാങ്കേതിക വിദ്യയിലൂടെ ഇറാൻ ചോദ്യം ചെയ്തിരിക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും മിസൈലുകൾ ആകാശം കീഴടക്കുകയും ചെയ്താൽ ലോകം കാണാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കും. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ നൽകുന്ന തിരിച്ചടിയായിരിക്കും യുദ്ധത്തിന്റെ അന്തിമ വിധി നിശ്ചയിക്കുന്നത്.